പ്രിയപ്പെട്ട നസീർ ഒന്ന് പറ, ഞങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ 10 വർഷം കൊണ്ട് ഈ കൊണ്ടുവന്ന പദ്ധതി ഇതാ. താങ്കൾ ഇടപെടരുത്. ഇല്ല, ഈ 10 വർഷം ആരായിരുന്നു മുഖ്യമന്ത്രി സാർ? ഈ പിണറായി വിജയൻ. തുറമുഖം എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? ഒന്നാം ഉദ്ഘാടനം, രണ്ടാം ഉദ്ഘാടനം എപ്പോഴാണ് ചെയ്തത്? നിങ്ങള് മറുപടി പറയട്ടെ. രണ്ടാം ഘട്ട ഉദ്ഘാടനം 3 മാസം മുമ്പാണ് കഴിഞ്ഞത്. രണ്ടാം ഘട്ട ഉദ്ഘാടനം നിങ്ങൾ ചോദിച്ചു, ഞാൻ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അല്ല ഉമ്മൻചാണ്ടി അല്ല. ആ പിണറായി വിജയൻ മനസ്സിലായില്ലേ? ഉദ്ഘാടനം അല്ല പറയുന്നത്. അല്ല, ഇനി നമുക്ക് ആ ചർച്ചയിലേക്ക് പോകേണ്ട. കാരണം കേൾക്കട്ടെ, ഈ പ്രേക്ഷകർ കേൾക്കട്ടെ. 600 രൂപ പോലും പെൻഷൻ കൊടുക്കാൻ കഴിയാതെ നിന്ന UDF ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി പോയിട്ടുള്ളത് 65 ലക്ഷം പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുകയാണ്. 5 ലക്ഷം ആൾക്കാർക്ക് പവർ ഇല്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്ത UDF സർക്കാർ. ദയവ് ചെയ്തിട്ട് സർക്കാർ നിയമസഭയിൽ കൊടുത്തിട്ട് മറുപടി എങ്കിലും ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. ഇതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ്. ശ്രീജിത് പണിക്കർ, ഇവിടെ പക്ഷേ നിയമസഭയിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിനായിരിക്കും കൂടുതൽ ശക്തിയായിട്ട് കാര്യങ്ങൾ ഉന്നയിക്കുവാൻ കഴിയുക. കാരണം എപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്താൻ അവർക്ക് പറ്റും. സർക്കാരിൻ്റെ ഓരോ നയങ്ങളും ഓരോ നിലപാടുകളും അതെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കാൻ പറ്റും. അവിടെ പിണറായി വിജയൻ നിസ്സാരക്കാരനെ ഒരാളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ലല്ലോ. അദ്ദേഹം എണ്ണി കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് സമർത്ഥനാണ് അദ്ദേഹം. ശ്രീജിത് പണിക്കർ. ശ്രീ മഞ്ജുഷ്, അത് ശരിയാണ്. അദ്ദേഹത്തിന് അതൊക്കെ അവതരിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. എല്ലാത്തിലും ഒരു ഹോൾഡ് ഉണ്ട്. 10 വർഷമായിട്ട് ഏതാണ്ട് എല്ലാ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓൺ എ ഡെയിലി ബേസിസ് അറിഞ്ഞുകൊണ്ടിരുന്നയാളാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഓരോ കാര്യത്തിനെയും എതിർക്കുന്ന സമയത്ത്, നയപരമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കുന്ന സമയത്ത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ പല കാര്യങ്ങളും ശരിയായ രീതിയിലത്തേക്കല്ല പ്രവർത്തിച്ചിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നുള്ള ആക്ഷേപം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുമെന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ മകളുടെ കാര്യത്തിലാണെങ്കിലും അതിലിപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള ഒരു ശുപാർശയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം എന്തെങ്കിലും ഈ കരിമണൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരുടെ നെഞ്ചത്തേക്ക് കയറിയ സംഭവം, അതിലെ പുനരന്വേഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നയപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു എതിരഭിപ്രായം അദ്ദേഹം പറയാനായിട്ട് നിന്നു കഴിഞ്ഞാൽ അവിടെ എഴുതപ്പെടുന്നത് വീണ്ടും CPM-ന്റെ ചരമഗീതമായിരിക്കും. നേരത്തെ ശ്രീ വെമ്പായം നസീർ പറഞ്ഞതുപോലെ അത് നമ്മളാരും എഴുതേണ്ടുന്ന കാര്യമില്ല. ഒന്നാമത് നാട്ടുകാർ എഴുതി കഴിഞ്ഞു. ഇനി ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകുന്ന സമയത്ത് സഭയിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഇതിന്റെ ബാക്കി എന്തെങ്കിലും പൂരിപ്പിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എഴുതാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇതൊരു ഗോൺ കേസാണ് ശ്രീ നസീർ. അത് താങ്കൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ താങ്കൾ ഇനിയും പിണറായിയെ പ്രശംസിക്കുന്ന ഭക്തിഗാനം എഴുതിക്കൊണ്ട് വന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം CPM-ന്റെ ആൾക്കാർക്ക് തന്നെ അതിൽ തിരിച്ചറിവുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തന്നെ 5 കൊല്ലം കൂടുമ്പോൾ മാറി വരും, അതുകൊണ്ട് ഇനിയാണെങ്കിലും ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വരുമെന്നാണ്. പക്ഷെ താങ്കളവിടെ മിസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ G. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. BJP കാര്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇത്തവണ BJP ഉണ്ട്, 3 MLA-മാരുണ്ട്, അവർ വളരുന്നുണ്ട്. അവരിത്തവണ ജയിച്ചിരിക്കുന്ന 3 അവർ പിടിച്ചെടുത്തിരിക്കുന്നത് CPM-ന്റെ സീറ്റുകളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളാണ് എന്ന് മറക്കരുത്. അപ്പോൾ അടുത്ത തവണ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടുതൽ പരുങ്ങലിലാവാൻ CPM-നുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരമഗീതത്തിൻ്റെ ബാക്കി സ്റ്റാൻസുകളൊക്കെ അതിൻ്റെ ചരണം വരെയുള്ള കാര്യങ്ങൾ ആൾക്കാർ എഴുതി തീർക്കുകയാണ്. പിന്നെ താങ്കൾ അത് തന്നെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ വർഗീയ സംഘർഷം കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. ശരിയാണ്. പക്ഷേ ഈ വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നേതൃത്വം എടുത്ത് RSS-ന്റെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാൻ പോയ ആളിൻ്റെ പേരെന്താണ്? ശ്രീ നസീറിന് ഓർമ്മയുണ്ടോ? ആളിൻ്റെ പേരൊന്ന് പറയൂ. ശ്രീ M-നെയൊക്കെ തന്നെ മധ്യസ്ഥനാക്കിക്കൊണ്ട് ഒരു ചർച്ച നടത്തിയപ്പോൾ ഇവിടുന്ന് പോയിരുന്ന ആളിൻ്റെ പേരെന്താണെന്ന് ശ്രീ നസീറിനൊന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പേരൊന്ന് പറയാമോ? നേരത്തെ നമ്മുടെ ഷാക്കിറിനോട് ചോദിച്ചല്ലോ മുഖ്യമന്ത്രിയുടെ പേരെന്തായിരുന്നെന്ന്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരൊന്ന് പറയാമോ? ആരാണ് വർഗീയ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ചർച്ചയിൽ ഇരുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാൻ കഴിയുമോ? പിന്നെ CPM-നുണ്ടായിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വരുമ്പോൾ വീണ്ടും ശ്രീ പിണറായി വിജയൻ തന്നെ പ്രതിസന്ധിയിലാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു അഴിമതിയോ ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ചർച്ചയായിട്ട് വരും. അതിനെക്കുറിച്ച് അവിടെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടിക്കാർ പോലും ആ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ V. കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി പയ്യന്നൂർ പോലെയുള്ള ഒരു സീറ്റിൽ അദ്ദേഹം ജയിച്ചു വരാനുള്ള വല്ല സാധ്യതയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ M. വി. ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് തളിപ്പറമ്പിൽ സീറ്റ് കിട്ടിയത് സ്വജനപക്ഷപാതമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് വന്നിരുന്ന ആളിനെ CPM-കാർ തന്നെ വോട്ട് ചെയ്ത് അവിടെ ജയിപ്പിച്ചില്ലേ?
പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ പാർട്ടി പൂർണ്ണമായിട്ടും അവഗണിക്കുന്നു, അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് അമ്പലപ്പുഴയിൽ ശ്രീ ജി സുധാകരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അവിടെ പാർട്ടിക്കാർ കൂടി വോട്ട് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ കേഡർ, അവരുടെ റാങ്ക് ആൻഡ് ഫയൽ, അവർ പാർട്ടിയെ കൈവിട്ടിരിക്കുന്നു. പാർട്ടിയിൽ കുറേയധികം അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലത്തേക്കുള്ള വ്യതിയാനം സംഭവിച്ചു എന്നത്, നയങ്ങളിലും നിലപാടുകളിലും അത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പാർട്ടി അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതല്ല എങ്കിൽ സാധാരണ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ, അതായത് കോൺഗ്രസിൽ നിന്നുള്ള ഒരാൾ വേണമെങ്കിൽ ജയിക്കാം, പക്ഷെ പാർട്ടി വിമതരായിട്ടുള്ള ആൾക്കാർ പാർട്ടിയുടെ കൊത്തളങ്ങളിൽ ജയിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. നിങ്ങളത് വായിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ല. തെറ്റിദ്ധരുത്തുവാനുള്ള ഉദ്ദേശം CPM ഇല്ല. തെറ്റിദ്ധരുത്തണമെങ്കിൽ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വരരുതായിരുന്നു, അല്ലേ? അതായിരുന്നു പ്രാഥമികമായ കാര്യം. തെറ്റിദ്ധരുത്താനുള്ള ഒരു തീരുമാനം CPM ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ 8 നിലയിൽ പൊട്ടിയതിനു ശേഷവും ഞങ്ങൾ വികസനം നടത്തിയെന്ന് ശ്രീ നസീറിനെ പോലുള്ള ആൾക്കാർ ഇവിടെ പറയുകയും അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഫേസ് ആയിട്ട് നിന്നിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് സഭയിൽ ഉണ്ടാവുകയും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അവിടെ ഒരു അംഗമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നമുക്കറിയാമല്ലോ 2016 വരെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനുശേഷമോ ആദ്യത്തെ പിണറായി സർക്കാർ വന്ന സമയത്ത് അദ്ദേഹം അല്ലല്ലോ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നത്. അദ്ദേഹം അവിടുത്തെ സാധാരണ ഒരു MLA ആയിട്ട് അവിടെ ഇരുന്നു. രമേശ് ചെന്നിത്തല ആ സമയത്ത് പ്രതിപക്ഷ നേതാവായി. അതേപോലെ പാർട്ടിയിൽ ഇനിയുള്ള അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ വരട്ടെ എന്ന് കരുതിയിട്ട് താൻ ഇതിനില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് അത് കൊടുക്കുകയും ഒരു ശൈലി മാറ്റമാണ് പാർട്ടിക്ക് വേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ആയിരുന്നല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ ശൈലി ഇത്തവണ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ജനങ്ങൾ ഇത്തരം രീതിയിലത്തേക്ക് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് അതിനെ നിരസിച്ചത്. അങ്ങനെ ജനങ്ങളുടെ നിരാശം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പ്രതിപക്ഷമായിട്ട് ധർമ്മം നിറവേറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സഭയിൽ വന്നിരുന്നു കഴിഞ്ഞാലോ അതിന് എത്ര സ്വീകാര്യതയാ കിട്ടുക? അതാ ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് LDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കോൺഗ്രസ് എതിർത്തിരുന്ന പല പദ്ധതികളും അന്വേഷിക്കപ്പെടും. ഒരു ചെറിയ ഉദാഹരണം പറയാം. എത്രത്തോളം കോടി, ഒരു ചുരുങ്ങിയത് ഒരു 65 കോടി രൂപയെങ്കിലും ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരാവശ്യമില്ലാതെ ഒരു വെള്ളാനയുടെ പേരിൽ സർക്കാർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇത്ര ബൃഹത്തായിട്ടുള്ള പദ്ധതി? അതിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 65,000 കോടിയാണ്. അങ്ങനെയുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു അന്വേഷണം നടത്താനായിട്ട് ഈ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ എങ്ങനെ അതിനെ ന്യായീകരിക്കും? എന്തായിരുന്നു അതിന്റെ വയബിലിറ്റി? ജനങ്ങളിൽ ആർക്കാണ് ആ വികസനത്തിനോട് താല്പര്യമുണ്ടായിരുന്നത്? താങ്കളിപ്പോൾ പറഞ്ഞല്ലോ വികസനം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 8 നിലയിൽ പൊട്ടിയ ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതി. ഇനി അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇനി ഉണ്ടാകണം എന്നുള്ളത് പുതുതായിട്ട് വന്നിരിക്കുന്ന സർക്കാരിന്റെ കൂടി താല്പര്യമായിരിക്കുമല്ലോ. കാരണം അതിനെ ഈ നിലവിൽ പോയിരുന്ന അന്വേഷണത്തിനെ ഉൾപ്പെടെ അവർ എതിർത്തിരുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് അതിന്റെ നെടുനായകത്വം വഹിച്ചിരുന്ന പിണറായി വിജയൻ തന്നെ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം സമ്മർദ്ദത്തിലാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പഴയ ദേവസ്വം മന്ത്രിയും നിലവിലുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയും 8 നിലയിൽ പൊട്ടിയ ആ സഭയിൽ പോലും ഇല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും വരുമ്പോൾ ഇപ്പൊ തന്നെ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ തല തല്ലിപ്പൊളിക്കുന്ന പദ്ധതി, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഈ ചർച്ച വരുന്ന സമയത്ത് CPM ഒരു വോയിസ് പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താങ്കൾ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ജനങ്ങളെയാണ്. വികസനം നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്തു എന്ന്. അങ്ങനെയല്ല. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? നമ്മുടെ പബ്ലിക് എക്സ്ചക്കറിലുള്ള പണം അനാവശ്യമായിട്ട് ആരെങ്കിലും ധൂർത്തടിക്കുന്നുണ്ടോ? ഇവിടെ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാതെ ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? എല്ലാവരുടെയും താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അതില്ലെന്നല്ലേ നമ്മൾ കണ്ടത്. അത് ജാതി മത സാമുദായിക വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർക്ക് ജനാധിപത്യവും ഭരണഘടനാപരവുമായിട്ട് സമാധാനമായിട്ട് പ്രതിഷേധിക്കാനുള്ള നമ്മുടെ മൗലികാവകാശം, ഈ അവകാശത്തിനെ പോലും റദ്ദ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ ഈ ബഹളമെല്ലാം കാണിച്ചത്? എന്നിട്ട് എന്തൊക്കെ നാടകങ്ങളായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ? ഈ കരിങ്കൊടി വീശിക്കഴിഞ്ഞാൽ ഉടനെ അത് വധശ്രമമാകുന്നു. വിമാനത്തിൽ വെച്ചിട്ട് പ്രതിഷേധം എന്നിട്ട് ശബ്ദം പോലും പുറത്തു വരാത്ത 2 യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ വധശ്രമമായി മാറുന്നു. ഞാൻ പറഞ്ഞ ഈ രീതിയിലത്തേക്ക് നിങ്ങൾ അധികാരം ദുർവിനിയോഗം ചെയ്തതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ ജനങ്ങൾ നൽകിയ ഒരു തിരിച്ചടിയാണ്. ശ്രീ മെഹബൂബ് നസീർ, അതിന് ആത്മപരിശോധനയാണ് വേണ്ടത്. CPM അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തിയിട്ടില്ല ഇപ്പോഴും. ഇവിടെ CPM പരിശോധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.